ഹലോ, ഒരുപാട് നാളത്തെ എൻ്റെ കുഞ്ഞാഗ്രഹമായിരുന്നു ഈ ചെന്നൈ യാത്ര. നിലമ്പൂരിൽ നിന്ന് വൈകിട്ട് 4:20 ട്രെയിനിന് ഷൊർണൂരിലേക്ക്. അവിടെ നിന്ന് ഞങ്ങൾ 2 മസാല ദോശയൊക്കെ അകത്താക്കി റെഡിയായി നിന്നു. കാരണം ട്രെയിൻ കയറിയാൽ നാളെ മോർണിംഗ് ആകുമ്പോഴേ ചെന്നൈ എത്തുള്ളൂ. പെട്ടെന്നുണ്ടായൊരു പ്ലാൻ ആയതുകൊണ്ട് റിസർവേഷനൊന്നും കിട്ടിയില്ല. നല്ല തിരക്കുള്ള ജനറൽ കമ്പാർട്ട്മെന്റിലാട്ടോ കയറിയത്. പിന്നെ ഇതൊക്കെ നമുക്കൊരു ജീവിതത്തിൽ ഒരു വട്ടയിലും എക്സ്പീരിയൻസ് ചെയ്ത് ഫീൽ ചെയ്യേണ്ട കാര്യമല്ലേ. ആ യാത്ര തീരുമ്പോഴേക്കും നമ്മൾ പല വിധത്തിലുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ മോർണിംഗ് ചെന്നൈ എത്തി ഇരുന്നിരുന്ന് 2 കാലും മരവിച്ച് പോയി എന്ന് പറയാലോ. നല്ല തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റെയിൽവേ പാളത്തിന്റെ എൻഡ് കാണുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ പ്ലാൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തുള്ള നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലായിട്ട് കയറിയത്. എവിടെ പോയാലും ആദ്യം നോക്കുക ഫുഡ് കഴിക്കുന്ന സ്ഥലം വൃത്തിയുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു റീഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് നല്ല 2 ഫിൽറ്റർ കോഫിയും 2 ദോശയൊക്കെ കഴിച്ചു. ബില്ല് കണ്ടപ്പോഴാണ് ഞങ്ങൾ നെട്ടിയത്. ഇതേ ഫുഡ് പാലക്കാട് നിന്ന് കഴിച്ചപ്പോൾ ഇതിന്റെ പകുതി പൈസ പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല കേട്ടോ. ഒരു ചായക്കൊക്കെ 42 രൂപയായി. ശരിക്കും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ ചെന്നൈയിൽ വന്നത്. അങ്ങനെ കുറച്ച് നടന്നു പോയപ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് എത്രയായി നോക്കുക. പെട്ടെന്ന് അങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടു 5K സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാട്ടോ നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പോൾ പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എന്തെങ്കിലും വാങ്ങാമെന്നായി നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു കൊറിയൻ സ്റ്റേഷനറിയിലേക്കാട്ടോ കയറിപ്പോയത്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. എന്തോരം ക്യൂട്ട് ഐറ്റംസ് അറിയാം ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മളെ കേരളത്തിലെ സംബന്ധിച്ച് ഭയങ്കര വിലയാണ് ചെന്നൈയിൽ. എന്നാലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ട്രെൻഡിങ് ആയി നിൽക്കുന്ന കൊറിയൻ കാൽക്കുലേറ്റർ, ക്യൂട്ടായിട്ടുള്ള ടെംബ്ലർ, പിന്നെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഡയറികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അവിടുന്ന് എടുത്ത എല്ലാ ഐറ്റംസും ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ തരുന്നതാണ്. അതൊക്കെ ഞാൻ നെക്സ്റ്റ് ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടാം കേട്ടോ. ഇപ്പം നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഗിവ് അവേ ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ വിന്നർ നമ്മൾ അനൗൺസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് കിറ്റിലെ സാധനങ്ങൾ രജനി എന്ന് പറയുന്ന ഐ ഡി കേട്ടോ ഞാൻ മുകളിൽ കൊടുക്കാം. സെക്കൻഡ് കിറ്റിലായിട്ട് നമ്മളെല്ലാ വീഡിയോക്കും കമൻറ്റ് ചെയ്യണ ജിസ്നക്കുട്ടി എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് കേട്ടോ. ആളെ ഐ ഡി ഞാൻ മുകളിൽ കൊടുക്കാം. മൂന്നാമത്തെ കിറ്റ് സ്നേഹ തോമസ് എന്ന് പറയുന്ന കുട്ടിക്കാട്ടോ. എല്ലാ വിന്നേഴ്സിനും കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ ഒരു പ്രാവശ്യം കിട്ടിയത് ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കരുത്. മാക്സിമം എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടോ. നിങ്ങൾ ഇത്രയൊക്കെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് നമ്മളെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പം എല്ലാവരും കൂടെ കൂടിക്കോളൂ. അങ്ങനെ 2 ദിവസത്തെ ട്രിപ്പിന് ശേഷം ഞങ്ങൾ തിരിച്ചെത്തി നാട്ടിലേക്ക് കേട്ടോ. ഇനി അവിടുന്ന് എടുത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനാട്ടോ നമ്മളെ പ്ലാന്. അപ്പം എല്ലാവരും മാക്സിമം നമ്മളെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ചാനലിൽ സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. ഈ ഗിവ് അവേ സീരീസിൻ്റെ 13th ഡേയ്സിലെ വിന്നർ നമ്മൾ സെലക്ട് ചെയ്യാൻ പോണത് സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യുന്ന ഒരു കുട്ടീനായിട്ടോ. അത് കമൻറ്റ് പിക്കർ വഴിയൊന്നല്ല സെലക്ട് ചെയ്യണത്. സ്ഥിരമായിട്ട് കമൻറ്റും നമ്മളെ ചാനലിനെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോണത്.